Hello guys, welcome back to my channel Blush with Arya. അപ്പോൾ ഞാൻ കുറേ നാളായി ട്രൈ ചെയ്ത് നോക്കണം എന്ന് പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ ആണിട്ടത്. അതായത് ഗ്ലാമി ഗംഗയുടെ ഒരു ഫേസ് പാക്ക് 7 days നമ്മളിത് യൂസ് ചെയ്താൽ നല്ല ഒരു ചേഞ്ചസ് ഉണ്ടാവും എന്നാണ് പറയുന്നത്. അതായത് 3 to 4 ഷെയ്ഡ് വരെ നന്നായിട്ട് ചേഞ്ച് ആവും എന്നാണ് പറയുന്നത്. അപ്പം നിങ്ങളുടെ സ്കിന്നിൽ പിഗ്മെൻറ്റേഷൻസ് ഉണ്ട്, ഡാർക്ക് സ്പോട്ട്സ് ഉണ്ട്, അതുപോലെ തന്നെ സൺ ടാൻ ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് ഫെയർ സ്കിൻ കിട്ടണമെന്ന് ആഗ്രഹമുള്ളവർക്കും ഈ ഒരു ഫേസ് പാക്ക് നന്നായിട്ട് ഗുണം ചെയ്യുന്നതാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു ഫേസ് പാക്ക് ഞാൻ കുറേ മുമ്പ് കണ്ടതാണ്. അപ്പോൾ ട്രൈ ചെയ്ത് ഞാൻ നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ 3 to 4 days ഞാൻ ഈ ഒരു പാക്ക് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യാൻ പോണത്. അപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് ട്രൈ ചെയ്തിട്ട് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ടെന്ന് കമൻറ്റും ഉണ്ടായിരുന്നു കേട്ടോ ആ ഒരു വീഡിയോയുടെ താഴെ. അപ്പോൾ ഞാൻ ഇത് ട്രൈ ചെയ്തിട്ടുണ്ട്, മുമ്പ് ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ എന്തായാലും ഞാൻ കുറച്ച് ഡേയ്സ് ഞാൻ യൂസ് ചെയ്യണതും കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചു കേട്ടോ. സോ ഈ ഒരു പാക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതുപോലെ തന്നെ എൻ്റെ ഈ ഒരു ചാനൽ നിങ്ങൾ ഫസ്റ്റ് ടൈം ആയിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ പേര് ആര്യ. അപ്പോൾ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസിന് വേണ്ടി ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കൂടി ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ പാക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കിയിട്ട് തരാം. സോ ഗ്ലാമി ഗംഗയുടെ ആ ഒരു വീഡിയോയിൽ ഈ ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മെയിനായിട്ടും വേണ്ടത് പൊട്ടറ്റോ ആണ് കേട്ടോ. അപ്പോൾ പൊട്ടറ്റോ നന്നായിട്ട് കഴുകിയിട്ട് നമ്മളതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് പേസ്റ്റ് ആക്കിയിട്ടൊന്ന് അരച്ചെടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ പൊട്ടറ്റോ ജ്യൂസായിട്ട് എടുക്കാം, അല്ലെങ്കിൽ ഇതിൽ ഞാൻ എടുത്തത് മുഴുവനായിട്ടാണ് ഞാൻ എടുത്തത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ വെള്ളമൊന്നും ആഡ് ചെയ്യാണ്ട് അരച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിലേക്ക് മിൽക്ക് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം, എന്നിട്ട് അരച്ചെടുക്കാം കേട്ടോ. പിന്നെ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞിട്ടുള്ളത് മഞ്ഞളാണ് കേട്ടോ. നമുക്ക് വീട്ടിൽ തന്നെ കിളച്ചിട്ട് കിട്ടുമല്ലോ, ആ ഒരു പച്ചയ്ക്ക് മഞ്ഞൾ അരച്ച് ചേർക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഉപ്ടാൻ്റെ ഈ ഒരു പൗഡറാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ടർമറിക്കൊക്കെ അതിൽ അടങ്ങിയിട്ടുണ്ട്. പിന്നെ അതിലേക്ക് വേണ്ടത് നമുക്ക് അരിപ്പൊടിയാണ്. അരിപ്പൊടി വീട്ടിൽ പൊടിച്ചിട്ടുള്ളതായാലും മതി, അല്ലെങ്കിൽ കടയിൽ നിന്ന് വാങ്ങിയിട്ടുള്ള അരിപ്പൊടി നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് മെയിനായിട്ടും വേണ്ടത് മുൾട്ടാണി മിട്ടിയാണ്. മുൾട്ടാണി മിട്ടി ഗ്ലാമി ഗംഗിൻ്റെ ആ ഒരു വീഡിയോയിൽ കട്ടയ്ക്ക് നമുക്ക് കിട്ടുമത്രേ ആ ഒരു മുൾട്ടാണി മിട്ടി. എനിക്ക് അങ്ങനെ അറിയില്ലായിരുന്നു കേട്ടോ. ഇങ്ങനെ പൊടിയായിട്ടുള്ളതാണ് എൻ്റെ കയ്യിൽ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനത്തെ മുൾട്ടാണി മിട്ടി എടുക്കാം, കുഴപ്പമൊന്നുമില്ല. രണ്ടും സെയിം തന്നെയാണ്. അത് കട്ട പോലെ കിട്ടുന്നു, നമുക്കിത് പൊടിച്ചിട്ട് കിട്ടുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ ഏത് ബ്രാൻഡിൻ്റെയും മുൾട്ടാണി മിട്ടി ആണെങ്കിലും നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ മിക്സ് ചെയ്ത് കൊടുത്തപ്പോൾ എനിക്ക് കുറച്ച് പൊട്ടറ്റോ ജ്യൂസ് കുറവായത് കൊണ്ട് തന്നെ ഞാൻ അതിലേക്ക് പാല് ആഡ് ചെയ്ത് കൊടുത്തു കേട്ടോ. പച്ചയ്ക്കുള്ള പാല് ഞാൻ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് നന്നായിട്ട് അതൊന്ന് മിക്സ് ആക്കിയിട്ട് പേസ്റ്റ് രൂപത്തിൽ ആക്കിയെടുത്തു. അപ്പോൾ ഇത് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയിലാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇത് സ്റ്റോർ ചെയ്ത് വെക്കണത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഫ്രിഡ്ജിൽ നമുക്കിത് സ്റ്റോർ ചെയ്ത് വെക്കാം. ഈ പൊട്ടറ്റോ ജ്യൂസ് കൂടുതൽ എടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കറുത്ത് പോകാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ കുഴപ്പമില്ല, ഒരു മേൽഭാഗം മാത്രമാണ് കറുപ്പ് വരിക. അതിൻ്റെ ഉള്ളിലുള്ള ഈ ഒരു മിക്സിന് അതിൻ്റെ കളർ ചേഞ്ച് ഒന്നും വരില്ല കേട്ടോ. അപ്പം ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ ഉള്ളത് തന്നെയാണ്, കുഴപ്പമൊന്നുമില്ല. നമുക്ക് 3-4 ദിവസം ഇതൊന്ന് ഇടാം കേട്ടോ. സോ ഈ ഒരു ഫേസ് പാക്ക് നമ്മൾ ഇട്ട് കൊടുത്തിട്ട് ഒരു 20 മിനിറ്റെങ്കിലും നമ്മൾ വെക്കണം കേട്ടോ. എന്നാലാണ് ഈ ഒരു ഫേസ് പാക്ക് നന്നായിട്ട് നമ്മുടെ ഫേസിലേക്ക് പിടിക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് പെട്ടെന്ന് ഡ്രൈ ആവേണ്ട ഈ ഒരു ഫേസ് പാക്ക് നമ്മളൊരു 20 മിനിറ്റ് വെക്കുമ്പോഴും ഈ ഒരു ഫേസ് പാക്ക് ഡ്രൈ ആവുന്നുണ്ട്. അപ്പോൾ ഫാന് അങ്ങനെ ഇട്ടിട്ടിരിക്കുകയാണെങ്കിൽ പെട്ടെന്ന്, അതായത് ഒരു 10 മിനിറ്റിനുള്ളിൽ തന്നെ ചിലപ്പോൾ ഡ്രൈ ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഫാനൊന്നും ഇടാതെ ഇരിക്കണം കേട്ടോ. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് റിസൾട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഫേസ് നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ ഫേസ് ഞാൻ വാഷ് ചെയ്യുന്നത് നന്നായിട്ട് വെള്ളം എടുത്തിട്ട് മസാജ് ചെയ്തിട്ടാണ് കേട്ടോ. ആ ഒരു വീഡിയോയിൽ അങ്ങനെ തന്നെയാണ് കാണിക്കുന്നത്. നന്നായിട്ട് മസാജ് ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പോൾ പച്ചമഞ്ഞളാണ് നിങ്ങൾ അരച്ച് ചേർക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ഗുണം നന്നായിട്ട് കിട്ടും. ഇപ്പോൾ നമ്മൾ പൊടിച്ചിട്ടായതുകൊണ്ട് അതിൻ്റേതുള്ളൊരു ഗുണമാണ് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് പച്ചമഞ്ഞളാണ് നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ അത് നിങ്ങൾ അരച്ച് ചേർക്കുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പാക്ക് രാത്രി അപ്ലൈ ചെയ്യാനാണ് പറയണത് കേട്ടോ. രാത്രി അപ്ലൈ ചെയ്തിട്ട് ഫേസ് ഒന്ന് വാഷ് ചെയ്യുക. അപ്പോൾ ഡ്രൈ ആക്കുന്നുണ്ട്, ഈ ഒരു ഫേസ് പാക്ക് ഇടുമ്പോൾ ചെറുതായിട്ടൊന്ന് ഡ്രൈ ആക്കുന്നുണ്ട്. അപ്പോൾ ഒരു മോയ്സ്ചറൈസറും കൂടി അപ്ലൈ ചെയ്യാനായിട്ട് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് എനിക്കത് കഴുകി കളഞ്ഞപ്പോൾ ഇൻസ്റ്റൻ്റ് ആയിട്ടൊരു ബ്രൈറ്റ്നസ്സും സോഫ്റ്റ് ആയതുപോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇത് സെക്കൻഡ് ഡേ ആണ്. ഈ ഒരു സെക്കൻഡ് ഡേ ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം ഞാൻ ഡ്രൈ ആവുമ്പോൾ നമ്മൾ ഫേസ് ഒന്ന് വാഷ് ചെയ്യുമല്ലോ.
ഫേസ് വാഷ് ചെയ്തപ്പോൾ എനിക്ക് നല്ല സോഫ്റ്റ് ആയ പോലെയാണ് തോന്നുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഡെഡ് സ്കിൻസ് ഒക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് പോവാൻ ഈ ഒരു ഫേസ് പാക്ക് ഹെൽപ്പ് ചെയ്യും. കാരണം അരിപ്പൊടിയൊക്കെ നമ്മൾ ചേർത്തിട്ടുണ്ടല്ലോ. അപ്പോൾ തേർഡ് ഡേ ഞാൻ ഇട്ടപ്പോൾ എനിക്ക് എന്താ ഫീൽ ചെയ്ത് വെച്ചാൽ ചെറുതായിട്ട് നല്ലൊരു ബ്രൈറ്റ്നസ് ഫേസിന് വന്ന പോലെ ഫീൽ ചെയ്തു. അപ്പോൾ ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊക്കെ ഒന്ന് പാടുകൾ മാറ്റാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നൊരു പാക്കും കൂടിയാണ് കേട്ടോ. അപ്പോൾ ടാൻ ഉണ്ടെങ്കിലും പെട്ടെന്ന് നമുക്ക് മാറിയ പോലെ, അതായത് ഫേസ് ഒന്ന് ബ്രൈറ്റൺ ആയ പോലെയൊക്കെ നമുക്ക് തോന്നും. അത് മാത്രമല്ല സ്കിൻ ഗ്ലോ ആയ പോലെയും നന്നായിട്ട് ബ്രൈറ്റൺ ആയ പോലെ എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. അപ്പോൾ തേർഡ് ഡേ നല്ല റിസൾട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇനി ഫോർത്ത് ഡേ ഞാനിത് അപ്ലൈ ചെയ്തപ്പോൾ ചെറുതായിട്ടൊരു കറുപ്പ് പാട് പോലെയൊക്കെ ആ ഒരു ഇതിൽ വന്നിട്ടുണ്ട് കേട്ടോ പാക്കിൽ. കാരണം നമ്മൾ ഫ്രിഡ്ജിൽ പൊട്ടാറ്റോ ചേർത്തുകൊണ്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒരു കറുത്ത പാട് പോലെ വരും. അപ്പോൾ ഈ ഒരു പാക്ക് ഞാൻ ഫോർത്ത് ഡേ ഇട്ടപ്പോൾ എനിക്ക് സ്കിൻ ബ്രൈറ്റ് ആയ പോലെ തോന്നി, ഗ്ലോ ആയ പോലെ തോന്നി. നിങ്ങൾക്ക് പാടുകൾ കുരുക്കളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറിയതുപോലെ നമുക്ക്, അതായത് കുരുക്കളൊക്കെ ഉണ്ടെങ്കിൽ വരാതിരിക്കാൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നൊരു പാക്കും കൂടിയാണ് കേട്ടോ. ചെറുതായിട്ട് ഡ്രൈ ആക്കിയ പോലെ എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക. പിന്നെ ഫിഫ്ത്ത് ഡേ എനിക്കിത് അപ്ലൈ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ സ്കിൻ നല്ല സ്മൂത്ത് ആയിട്ടുണ്ട്. അതായത് നമ്മൾ തൊടുമ്പോൾ നല്ല മിനുസായ പോലെ തോന്നി. അപ്പോൾ നിങ്ങളുടെ സ്കിന്നിന് സ്മൂത്ത്നെസ് ഒന്നും ഇല്ലെങ്കിൽ ഈ പാക്ക് അടിപൊളിയാണ്, നന്നായിട്ട് സ്മൂത്ത് ആക്കാൻ. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഡാർക്ക് സ്പോട്ട്സ് മാറാനും ഡിമ്മായ പോലെ ചെറുതായിട്ട് തോന്നി. പിന്നെ നല്ല ഗ്ലോയും ബ്രൈറ്റ്നസ്സും ഫീൽ ചെയ്തു. അപ്പോൾ 1 to 2 ഷെയ്ഡ് വരെ നമുക്ക് മാറ്റാൻ ഈ ഒരു പാക്ക് വെറും ഫിഫ്ത്ത് ഡേ കൊണ്ട് നമുക്ക് ആ ഒരു ചേഞ്ചസ് നമ്മുടെ ഫേസിൽ കാണാനായിട്ട് പറ്റും. അപ്പോൾ സിക്സ്ത് ഡേ ഞാൻ ഈ ഒരു ഫേസ് പാക്ക് ഇട്ടപ്പോൾ എനിക്ക് ഇത് തന്നെയാണ് ഫീൽ ചെയ്ത് സ്കിൻ നല്ല ബ്രൈറ്റൺ ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഫെയർ സ്കിൻ കിട്ടാനും അത് മാത്രമല്ല നിങ്ങളുടെ സ്കിൻ നന്നായിട്ട് സോഫ്റ്റ് ആക്കാനും ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റാനും സൺ ടാൻ മാറ്റാനൊക്കെ അടിപൊളിയായിട്ടുള്ളൊരു ഫേസ് പാക്കാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങളൊരു 10 ഡേയ്സെങ്കിലും നിങ്ങൾ യൂസ് ചെയ്യൂ. 7 ഡേയ്സ് അല്ല, ഞാൻ 6th ഡേ വരെ യൂസ് ചെയ്തത്. അപ്പോൾ എൻ്റെ പാക്ക് കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഈ ഒരു പാക്ക് നിങ്ങൾ മുടങ്ങാതെ 7 ഡേയ്സ് യൂസ് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു പാക്ക് മുമ്പ് ട്രൈ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ, നല്ല റിസൾട്ട് തന്നെയാണ് കേട്ടോ. അപ്പോഴും ഈ ഒരു മുൾട്ടാണി മിട്ടി നമ്മൾ ഫേസ് പാക്കിൽ ആഡ് ചെയ്യുമ്പോൾ, അതായത് പൊട്ടറ്റോ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ തന്നെ നല്ല റിസൾട്ടാണ്. ഫേസിന് എത്ര സൺ ടാൻ അടിച്ചിരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഫേസ് എത്ര ഡള്ളായിട്ട് ഇരിക്കുകയാണെങ്കിലും നല്ലൊരു ചേഞ്ച് എന്തായാലും ഉണ്ടാവും. അപ്പോൾ ഇത്രയും നമ്മൾ ഈ പറയുന്ന മഞ്ഞൾ യൂസ് ചെയ്തിട്ടുണ്ട്, മുൾട്ടാണി മിട്ടി യൂസ് ചെയ്തിട്ടുണ്ട്, റൈസ് ഫ്ലോർ യൂസ് ചെയ്തിട്ടുണ്ട്, പിന്നെ പൊട്ടറ്റോ ജ്യൂസ്, ഇത് 4ഉം കൂടി മിക്സ് ചെയ്തിട്ട് ഫേസിൽ അപ്ലൈ ചെയ്താൽ കഴുത്തിലത്തെ കറുപ്പ് മാറാനും നമുക്ക് ബോഡിയിലുള്ള കറുപ്പ് മാറ്റാനും എല്ലാത്തിനും ഹെൽപ്പ് ചെയ്യും. ഫേസിന് മാത്രമല്ല ഫുൾ ബോഡിയിൽ നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാം. നല്ല മാറ്റമാണ്. എന്തായാലും ഈ ഫേസ് പാക്ക് ട്രൈ ചെയ്ത് നോക്കും, നല്ല റിസൾട്ട് കിട്ടും, ഉറപ്പാണ് കേട്ടോ. കാരണം ഞാൻ ഇത് ട്രൈ ചെയ്തിട്ട് മുമ്പ്, എന്നിട്ട് ഞാൻ ഈ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോസ് ഞാൻ ആഡ് ചെയ്തത് കേട്ടോ. അപ്പോൾ നല്ല റിസൾട്ട് എന്തായാലും കിട്ടും, മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കും. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് മുൾട്ടാണി മിട്ടി എല്ലാവർക്കും ചേരണം എന്നില്ല കേട്ടോ. അപ്പോൾ അതൊന്ന് പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് മാത്രം നിങ്ങൾ ഫേസിൽ അപ്ലൈ ചെയ്യുക കേട്ടോ. അപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് നിങ്ങൾ 100% റിസൾട്ട് കിട്ടുമെന്ന് ഉറപ്പാണ്. നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസിന് വേണ്ടിയിട്ട് വേറെ ആരുടെയും വീഡിയോസ് ഇതുപോലെയൊക്കെ നിങ്ങൾക്ക് പാക്കുകൾ ട്രൈ ചെയ്ത് നോക്കണമെന്നുണ്ടെങ്കിൽ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്താൽ ഞാൻ അതുപോലെ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. എന്നിട്ട് റിസൾട്ട് ചെയ്യാൻ പറയാം. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസിന് വേണ്ടിയിട്ട് എൻ്റെ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. അത് മാത്രമല്ല വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് കൂടി ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ.